Welcome back to Learnino. Industries and Commerce ഡിപ്പാർട്ട്മെന്റിലെ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഇപ്പൊ വന്നിട്ടുണ്ട്. ബിടെക് ആണ് ക്വാളിഫിക്കേഷൻ. അപ്പൊ ഏതൊരു സ്ട്രീമിലും ബിടെക് കംപ്ലീറ്റ് ചെയ്തവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. IAO എക്സാമിന്റെ പ്രീവിയസ് ഇയർ നടന്ന എക്സാമിന്റെ സിലബസ് നമുക്ക് ഇന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഏത് രീതിയിലാണ് പഠിച്ചു തുടങ്ങേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഒരു പ്ലാൻ നമുക്ക് ഒരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പൊ ഈ ഒരു എക്സാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോ ഏത് സ്ട്രീമിലുള്ളവർക്കും ബിടെക്കാർക്ക് എഴുതാമെന്ന് പറയുമ്പോൾ ഇതിനകത്ത് മെക്കാനിക്കൽ സബ്ജക്ട്സ് പഠിക്കണം, അതേപോലെ തന്നെ സിവില് ടോപ്പിക്സ് വരുന്നുണ്ട്, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കല്, കമ്പ്യൂട്ടർ സയൻസ്. അപ്പൊ ഇതിൽ നിന്നുള്ള എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്ത് പഠിച്ചെങ്കിലേ ഈ എക്സാം നമുക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് നമുക്ക് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കാം. കാരണം ഇതിൽ കോമ്പറ്റ് ചെയ്യുന്ന എല്ലാവരും ഇപ്പൊ ഏതെങ്കിലും ഒരു സ്ട്രീമിൽ അവർക്ക് പ്രാവീണ്യം ഉണ്ടാവും. ഇപ്പൊ ഇലക്ട്രിക്കൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അവരുടെ സബ്ജക്ട് നല്ല രീതിയിൽ അറിയാം, പക്ഷെ മറ്റുള്ള സബ്ജക്ട്സ് പുതിയതായിട്ട് പഠിച്ചു തുടങ്ങണം. അതേപോലെ തന്നെയാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റുകാർക്കും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും സ്ട്രഗ്ലിംഗ് ആയിരിക്കും പുതിയ സബ്ജക്ട്സ് പഠിച്ചെടുക്കുക എന്നുള്ളത്. അതിനെ നമ്മൾ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കുക. നല്ല രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ നമുക്ക് ആ സിലബസ് ഒന്ന് നോക്കാം. സോ ഫസ്റ്റ് പാർട്ട് 1 സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. ഇപ്പൊ സിവിൽ എഞ്ചിനീയറിംഗില് നമുക്ക് മെറ്റീരിയൽസ്, അതില് ബ്രിക്ക്, സിമെന്റ്, സ്റ്റീല്, അഗ്രിഗേറ്റ്സ്, കോൺക്രീറ്റ് ഇതെല്ലാം വരുന്നുണ്ട്. ഇത്രയും ടോപ്പിക്സ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന സബ് ഹെഡിങ്ങിൽ വരുന്നതാണ്. നെക്സ്റ്റ് കൺസ്ട്രക്ഷനില് പാർട്സ് ഓഫ് ബിൽഡിംഗ്, ഫൗണ്ടേഷൻ, അതിൽ ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻസ് വരുന്നുണ്ട്, മെസനറി വരുന്നുണ്ട്, അതിൽ ഡിഫറെന്റ് ടൈപ്സ് വരുന്നുണ്ട്, ഇംഗ്ലീഷ് ബോണ്ട് ആൻഡ് ഫ്ലെമിഷ് ബോണ്ട് അതെല്ലാം വരുന്നുണ്ട് കൺസ്ട്രക്ഷനില്. ദെൻ സർവേയിങ് ആണ്. സർവേയിങ്ങില് അതിൽ വേരിയസ് ടൈപ്സ്, ചെയിൻ സർവേയിങ് വരുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ ഓഫ് GPS വരുന്നുണ്ട്, മാപ്പിംഗ് ആൻഡ് നാവിഗേഷൻ വരുന്നുണ്ട്, ഇലക്ട്രോണിക് തിയോഡോലൈറ്റ് വരുന്നുണ്ട്. അങ്ങനെയുള്ള ടോപ്പിക്സ് ആണ് സർവേയിങ്ങിൽ വരുന്നത്. ഇപ്പൊ പോളി ടെക്നിക് ലെക്ചറർ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ചൊരു അഡ്വാൻറ്റേജ് കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ബേസിക് സബ്ജക്ട്സിൽ നമ്മൾ സിവിലിൽ ഈ പോർഷൻസ് ഒക്കെ കുറച്ച് പഠിക്കുന്നതാണ്, കുറച്ചൊക്കെ റിലേറ്റഡ് ആയിട്ട് പഠിക്കുന്നതാണ്. അപ്പൊ അതിന് ഓൾറെഡി പ്രിപ്പയർ ചെയ്തവർക്ക് ഇത് കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നും. അതല്ലാതെ അവരവരുടെ ഡിപ്പാർട്ട്മെന്റിലെ ടെക്നിക്കൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള സബ്ജക്ട്സ് പഠിക്കുക എന്ന് പറയുന്നത് ഒരു പക്ഷേ അവർ ഫസ്റ്റ് ഇയറിലൊക്കെ പഠിച്ചതായിരിക്കും, അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അതൊക്കെ പുതിയ പോർഷൻസ് നമ്മൾ പഠിച്ചെടുത്തേ പറ്റുള്ളൂ. അതിനുവേണ്ടി കുറച്ചധികം സമയം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് പാർട്ട് 2 വരുന്നത് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്. മാനേജ്മെന്റ് സബ്ജക്റ്റ് ആണ്. അപ്പൊ ടോപ്പിക്സ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഗുഡ് പേയ്മെന്റ് സിസ്റ്റം, ക്വാളിറ്റി പ്ലാനിംഗ് ആൻഡ് ഇറ്റ്സ് ഡെവലപ്മെന്റ്, പ്രോജക്ട് മാനേജ്മെന്റ് ടെക്നിക്സ്, ക്വാളിറ്റേറ്റീവ് ടെക്നിക്സ് ഇൻ മാനേജ്മെന്റ്, മെറ്റീരിയൽ ആൻഡ് സെയിൽസ് മാനേജ്മെന്റ്, പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ, മെത്തേഡ് സ്റ്റഡി, ഇൻസ്പെക്ഷൻ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ, പ്രോജക്ട് അനാലിസിസ്. ഇത്രയും ടോപ്പിക്സ് ആണ് സെക്കൻഡ് പാർട്ടിൽ വരുന്നത്. തേർഡ് പാർട്ട് ബേസിക്സ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഇതിനകത്ത് തെർമോഡൈനാമിക്സ്, എനർജി കൺവേർഷൻ ഡിവൈസസ്, IC എഞ്ചിൻ, ടർബോ മെഷീൻസ്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്, പവർ ട്രാൻസ്മിഷൻ ഡിവൈസസ് ഇൻ ഓട്ടോമൊബൈൽസ്, എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് ആൻഡ് മാനുഫാക്ചറിംഗ് പ്രോസസ്, മെഷീൻ ടൂൾസ് ആൻഡ് എമിഷൻ സ്റ്റാൻഡേർഡ്സ്. അഗെയിൻ നമ്മൾ പോളിടെക്നിക് ലെക്ചറിനൊക്കെ പ്രിപ്പയർ ചെയ്തവർക്ക് അറിയാം, കുറച്ച് പോർഷൻസ് ഒക്കെ നമ്മൾ അവിടെ കവർ ചെയ്ത് വരുന്നതാണ്. ബാക്കിയുള്ള പോർഷൻസ് നമ്മൾ പഠിക്കേണ്ടി വരും. സോ ദാറ്റ് ഈസ് പാർട്ട് 3 ബേസിക്സ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. നെക്സ്റ്റ് പാർട്ട് 4 ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നമുക്ക് ഇലക്ട്രിക് സർക്യൂട്ട്സ് ഉണ്ട്. ഇലക്ട്രിക് സർക്യൂട്ട്സിൽ കിർച്ചോഫ്സ് ലോ, മാഗ്നറ്റിക് സർക്യൂട്ട്, MMF ഫീൽഡ്, സ്ട്രെങ്ത്, ഫ്ലക്സ് ഡെൻസിറ്റി, റിലക്റ്റൻസ്, പിന്നെ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് സർക്യൂട്ടിന്റെ കമ്പാരിസൺ. നെക്സ്റ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ മെയിൻ ആയിട്ട് 2 ലോസ്, ഫാരഡേസ് ലോ, ലെൻസസ് ലോ, പിന്നെ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ആൻഡ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF, സെൽഫ് ഇൻഡക്റ്റൻസ് ആൻഡ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്, കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ്. പിന്നെ AC ഫണ്ടമെന്റൽസ് ആണ്. അതിൽ അതിന്റെ ജനറേറ്റിംഗ് ഓഫ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ്, വേവ് ഫോം, ഫ്രീക്വൻസി, പീരീഡ്, ഇംപിഡൻസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ്, പവർ ഫാക്ടർ, റിയാക്റ്റീവ് അപ്പാരന്റ് പവർ എല്ലാം AC ഫണ്ടമെന്റൽസ്. ദെൻ 3 phase സിസ്റ്റം. അതിനകത്ത് മെയിൻ ആയിട്ട് സ്റ്റാർ ആൻഡ് ഡെൽറ്റ കണക്ഷൻസ്, ലൈൻ കറണ്ട്, ഫേസ് കറണ്ട്, ലൈൻ വോൾട്ടേജ്, ഫേസ് വോൾട്ടേജ് തുടങ്ങിയ കോൺസെപ്റ്റ്സ് ഒക്കെ. ദെൻ ജനറേഷൻ ഓഫ് പവർ. അതിൽ കൺവെൻഷണൽ, നോൺ കൺവെൻഷണൽ എന്ന് മാത്രമേ സ്പെസിഫൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പവർ സിസ്റ്റം മുഴുവനായിട്ട് പഠിക്കേണ്ടി വരില്ല. നെക്സ്റ്റ് മെഷീൻസ് ആണ്. മെഷീൻസിൽ നമുക്ക് സിംഗിൾ ഫേസ്, 3 phase ട്രാൻസ്ഫോമറും, DC ജനറേറ്റർ ആൻഡ് മോട്ടറും, AC ജനറേറ്റർ ആൻഡ് മോട്ടറും. ദാറ്റ് മീൻസ് മെഷീൻസ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. അപ്പോൾ ഇലക്ട്രിക്കൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഡിപ്ലോമ ലെവലിലുള്ള എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക്
തന്നെ ഈ ടോപ്പിക്സ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ അവർക്ക് ബാക്കിയുള്ള സബ്ജക്ട്സ് കൂടുതൽ ടൈം എടുത്ത് പഠിക്കാം. അതിനുശേഷം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ഡിഗ്രി ലെവൽ എക്സാം ആയതുകൊണ്ട് AE ലെവലിലൊക്കെ ഉള്ള ഒരു പ്രിപ്പറേഷൻ ആവശ്യമാണ്. സോ ആ രീതിയിൽ തന്നെ ഇത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. നെക്സ്റ്റ് പാർട്ട് 4 ഇലക്ട്രോണിക്സ് ആണ്. ഇലക്ട്രോണിക്സിൽ നമുക്ക് ഫസ്റ്റ് ഫണ്ടമെന്റൽസ് ബേസിക്സ് ആണ്. റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ, then types and working and principal use, diodes, PN junction diode, Zener diode, photodiode, solar cell, then analog and digital multimeter, function generator, UPS, GPS, GSM, GPRS, Bluetooth and Wi-Fi. Then കുറച്ച് ഡിഫറെന്റ് ആയിട്ട് സ്വിച്ചസ് പഠിക്കാനുണ്ട്. പബ്ലിക് അഡ്രസ് സിസ്റ്റം, ലൗഡ് സ്പീക്കർ, ആംപ്ലിഫയർ ആൻഡ് മൈക്രോഫോൺ, മൈക്രോ കൺട്രോളർ 8085. ഇത്രയാണ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ നിന്ന് വരുന്ന ടോപ്പിക്സ്. And the last one, part 5, computer science and engineering. അതിൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ കമ്പ്യൂട്ടർ ആണ്. അത് വളരെ ബേസിക്സ് ആണ്. അക്വിസിഷൻ ഓഫ് ഡാറ്റ, സ്റ്റോറേജ് ഓഫ് ഡാറ്റ, പ്രോസസിംഗ് ഓഫ് ഡാറ്റ. അതിനുശേഷം ഫങ്ഷണൽ കമ്പ്യൂട്ടറിന്റെ ഫങ്ഷണൽ യൂണിറ്റ്സ്. നെക്സ്റ്റ് ഡാറ്റ റെപ്രസെന്റേഷനിൽ വരുന്നത് നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ പഠിക്കുന്ന ബേസിക്സ് ആണ്. നമ്പർ സിസ്റ്റം, കൺവേർഷൻസ്, സിമ്പിൾ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ദെൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഹൈ ലെവൽ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ്, മെഷീൻ ലാംഗ്വേജ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഒബ്ജക്റ്റീവ്സ്, കമ്പൈലർ, അസംബ്ലർ ആൻഡ് ഇന്റർപ്രിറ്റർ. കോൺസെപ്റ്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജീസ്, പ്രോബ്ലം അനാലിസിസ്, ഫോർമൽ ഡെഫിനിഷൻ ഓഫ് പ്രോബ്ലം സൊല്യൂഷൻ, solution, overview of the solution to sub problem by writing step by step procedure കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഫ്ലോ ചാർട്ടിനെ കുറിച്ചൊക്കെയുള്ള ഒരു ഓവർ. സോ ഇത്രയുമാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. 5 സബ്ജക്ട്സ് പഠിക്കാനുണ്ട്. അപ്പോൾ ഓരോ സബ്ജക്റ്റിലും കൃത്യമായ ടോപ്പിക്സ് സിലബസ് ബേസ് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കുന്നതായിരിക്കും നല്ലത്. ഇതിനകത്ത് നമ്മൾ ലേണിനോയിൽ നമ്മൾ ഇതിന്റെ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ സബ്ജക്റ്റിന്റെയും ക്ലാസ്സുകൾ, ലെക്ചേഴ്സും MCQസും പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷനും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. സോ നമ്മുടെ ജോയിൻ ചെയ്ത് പഠിക്കണം എന്നുള്ളവർക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കോഴ്സ് പർച്ചേസ് ചെയ്യാം. ഇനി നമ്മൾ എക്സാം വരുന്ന സമയത്ത് സിലബസിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ആ സമയത്ത് റീഅറേഞ്ച് ചെയ്ത് തരുന്നതുമായിരിക്കും. കൂടുതൽ ഡീറ്റെയിൽസിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.